രാജ്യത്തിലെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, നുണകൾ പ്രചരിപ്പിക്കുന്ന എന്തു മെസ്സേജുകൾ കിട്ടിയാലും ദയവ് ചെയ്ത് അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഇതൊരു ആസൂത്രിതമായ ശ്രമമാണ്. കരുതലോടുകൂടി ഇരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഭയപ്പെടുത്തുക എന്നതാണ്. വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ വന്നു. ഇന്ത്യ ടുഡേയുടെ രാഷ്ട്രീയമൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം. മോദി പിന്നെയും വരാൻ പോവാണെന്നാണ്. ഇന്ത്യ ടുഡേയുടെ സർവേ കൊണ്ട് സംഭവിക്കുന്നത് അദാനിയുടെ ഷെയർ മാർക്കറ്റിലെ വാല്യൂ കൂടും, അംബാനിയുടെ ഷെയർ മാർക്കറ്റിലെ വാല്യൂ കൂടും. അതിനകത്ത് കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? രാജ്യത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? അതിന് സംവിധാനങ്ങളുണ്ടോ? അത്തരം സംവിധാനങ്ങളില്ല, അങ്ങനെ ഏർപ്പാടുമില്ല. മനുഷ്യരെ നിരാശപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണി വന്നാൽ അപകടമുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ ജീവിതത്തിൽ നമ്മൾ മറക്കാത്ത ചില കാഴ്ചകളും വാക്കുകളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവും. രാഷ്ട്രീയ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സന്ദർഭമാണ് നേരത്തെ ബൽറാമ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ ആ ജോഡോ യാത്ര ആദ്യത്തെ അതിന്റെ സമാപനത്തിന്റെ ഒരു സീനുണ്ട്. വികാരനിർഭരമായിട്ടാണ് ഞാൻ ആ പ്രസംഗം കേട്ടത്. നിങ്ങളെല്ലാവരും കാശ്മീരിൽ ഇങ്ങനെ മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു രോമത്തൊപ്പി വെച്ചു അക്ഷോഭ്യനായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മീഡിയയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി അന്നവിടെ പാർട്ടിയുടെ പ്രതിനിധിയും സന്നിധർ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് രാഹുൽ പറയുന്നുണ്ട്. വെറുപ്പ് കൊണ്ട് തീർത്ത ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വഴി സഞ്ചരിച്ച ആ മനുഷ്യന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ അത് പറയുന്ന സമയത്ത് ടിവിയിലൂടെ മറ്റൊരു സ്ക്രോളിംഗ് പോകുന്നത് തെലങ്കാനയിൽ നടക്കുന്ന മറ്റൊരു മൂന്നാം മുന്നണി ചർച്ചയെ കുറിച്ചാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാനയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ കാശ്മീരിലെ സമാപനം നടക്കുന്ന ദിവസം 4 മുഖ്യമന്ത്രിമാർ, ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാർ, മറ്റൊന്ന് KCR, മറ്റൊന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാന്തരമായി ഇന്ത്യ മുന്നണിയെ പൊളിക്കാനുള്ള ശ്രമമായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 2 പേർ അതിൽ നിന്ന് മാറി. സീനിയർ മാൻഡ്രാക്കിനെ കണ്ട KCR തോറ്റുപോയി. അതോടുകൂടി മൂന്നാം മുന്നണി എന്ന സംവിധാനം ഉണ്ടാക്കുന്ന സംവിധാനം തകർന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയോട് അനുഭാവപൂർണമായ ഒരു സമീപനം എടുക്കാത്തതിൽ അല്ലെങ്കിൽ അതിനെ പൊളിക്കുന്നതിൽ നിരന്തരമായി ഒരു കൊച്ചു പാർട്ടിയായിട്ടും CPM ഇടപെട്ടു എന്നതാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ വലിയ ചർച്ച നടക്കുന്നത്, നമ്മളൊക്കെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഇന്ത്യ മുന്നണിയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായതല്ല. പ്രധാനമായും ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിൽ. ഒരു ഇന്റർവ്യൂവില് മമതാ ബാനർജി അതിന്റെ കാരണം പറയുന്നുണ്ട്. അത് വായിച്ചാൽ വലിയ തമാശയാണ്. നമ്മൾ നാട്ടുപുറത്തൊക്കെ പറയുന്ന പോലെയാണ് മമതാ ബാനർജി പറയുന്നത്. മമതാ ബാനർജി പറയുന്നത്, എനിക്ക് ഈ മുന്നണി സഹിക്കാനാവാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഞാനിവിടെ ബംഗാളില് ഈ BJPയോട് മറ്റുള്ളവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഒരു 10-40 MP ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയുടെ ലോകത്തിൽ കാണാം CPM-കാർ കയറി അവരാണ് 10 ഉറുപ്പിന്റെ പണിയെടുക്കൂല. എന്തായാലോ ഭൂലോക വിടലൻ. മമതാ ബാനർജി പറഞ്ഞതാണ്, അവരെ തള്ള എനിക്ക് സഹിക്കാൻ കഴിയും. എനിക്ക് സാധനങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ഈ മുന്നണിയായിട്ടൊന്നും വരാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഇവിടെ ഒരു കമ്മിറ്റി കൂടുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പണി കൊടുക്കാത്ത ആൾക്കാർ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് വമ്പിച്ചപ്പെടലാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചെങ്ങായി എന്തൊരു ശല്യക്കാരനാണ്. ആചാര്യാണ് ഇന്ത്യ മുന്നണി ഒരു പണി. ഇന്നലെ വിജയരാഘവൻ ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് ആർക്ക് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ആര്? വിജയരാഘവന്. അത് ആർക്ക് എന്ന് ആലോചിക്കുന്നത് വിജയരാഘവനാണ്. എന്ന് വെച്ചാൽ ഇവർക്കിതൊരു തമാശയാണ്. എങ്ങനെ ഇന്ത്യ മുന്നണിയുടെ മൂവ്മെന്റിനെ പൊളിക്കാം? കാരണം രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധമായ മൂവ്മെന്റുകളെ സഹായിച്ചത് ഇവരാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, നമ്മളുടെ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് വലിയ കുതൂഹലമുണ്ടാക്കിയ വിഷയമാണ് ആണവക്കരാർ. ആണവക്കരാറിന്റെ വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് നോക്ക്. ആണവക്കരാറിന്റെ വിഷയത്തിൽ ആ മുന്നണിയെ UPA ഗവൺമെന്റിനെ താഴെ ഇറക്കിയതിൽ ഇപ്പോഴും അഭിമാനിക്കുന്നു സഖാക്കൾ. എന്ന സഖാക്കൾ നിനക്കറിയോ, കഴിഞ്ഞ 2 മാസം മുമ്പ് UAE-യിൽ COP28 അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം നടന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്തു. ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയുമോ? എന്താണ് കാർബൺ നെഗറ്റീവ്, കാർബൺ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് രാജ്യങ്ങളെ വേർതിരിച്ച് എല്ലാവരും കാർബൺ നെഗറ്റീവിൽ എത്തണമെന്ന ആ അജണ്ടയോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം സമരസപ്പെട്ട ആ മീറ്റിംഗിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയുമോ? ലോകത്തിലെ ഏറ്റവും നല്ല എനർജി
അത് എന്താണ്? സോളാർ അല്ല, വാട്ടർ എനർജി അല്ല, വിൻഡ് എനർജി അല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രീൻ എനർജി ആണവോർജമാണ് എന്നാണ്. ഈ സഖാക്കളുടെ ജീവിതം എങ്ങനെ എല്ലാ കാലവും ശശിയാവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. പണ്ട് കമ്പ്യൂട്ടർ സമരം, ട്രാക്ടർ സമരം ചെയ്ത് അവസാനം അംഗീകരിക്കേണ്ട പോലെ എന്റെ സഖാവെ, അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല എനർജി ആണവോർജമാണെന്നാണ്. എന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന കരാർ ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്കാണ്. അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോ ഞങ്ങളെ കളിയാക്കവരാണ്, പരിഹസിച്ചവരാണ്. എന്ന് മാത്രമല്ല, ആ UPA ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നിങ്ങളെ മെനക്കെട്ടത്. 10 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ സാഹചര്യം UPA ഗവൺമെന്റിന്റെ തകർച്ചയാണ്. അറിയാലോ, അതിന്റെ കാരണക്കാര് നിങ്ങളാണ്. ഓർമ്മയുണ്ടോ സഖാവിന്? നിങ്ങൾ മൻമോഹൻ സിംഗിനുള്ള പിന്തുണ പിൻവലിച്ച് നേരെ പോയത് രാംലീല മൈതാനിയിലേക്കാണ്. നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒന്നും. രാംലീല മൈതാനിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു ഗാന്ധി തൊപ്പിയൊക്കെ വെച്ച്. എന്താണ്? ഒരു കാട്ടുകളൻ വൃദ്ധൻ. എന്താണ്? നമ്മളെ അണ്ണാ ഹസാരെ കണ്ടാൽ ഒരു മൊയ്ലിയാരെ ഭാവമായിട്ട് നിൽക്കുകയാണ്. ആ പട്ടുകളവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ലോക്പാൽ ബില്ല്, തേങ്ങാക്കൊല, എന്തൊക്കെ പറഞ്ഞു അയാൾ. അഴിമതി. എടോ, രാജ്യം മുഴുവൻ വിറ്റ് കഴിഞ്ഞു. ഇന്ത്യയുടെ എയർപോർട്ടുകളെ വിറ്റു, സീപോർട്ടുകളെ വിറ്റു, ഇന്ത്യയുടെ വിമാനം വിറ്റു. വിൽക്കാൻ ബാക്കിയില്ല. എവിടെ നിൽക്കുന്നവൻ? സഖാക്കളെ, നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ വെബ്സൈറ്റ് തുറക്ക്. അതിനകത്ത് അണ്ണാ ഹസാരയ്ക്ക് വേണ്ടി കേരളത്തിൽ നിങ്ങൾ നടത്തിയ പ്രകടനം 247. നിങ്ങൾ എഴുതി വെച്ചാൽ ആ കളവൻ അവിടെ BJPക്ക് വേണ്ടി രാജ്യത്തെ തീർത്തി കൊടുത്തിട്ട് അയാൾ പോയല്ലോ. കൂടെ വേറൊരുത്തൻ ബാബാ രാംദേവ്, കാലിന്റെ മുട്ടുവരെയാണ് ഈ കള്ള സന്യാസിന്റെ താടി. മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇതായി ചെമ്മാട് പതഞ്ജലി എന്ന ഷോപ്പ് തുടങ്ങി. അത് ഇയാളോ ഇന്ത്യയിൽ മുഴുവൻ പതഞ്ജലി. അവിടെയാണെങ്കിൽ ഇല്ലാത്ത മരുന്നില്ല, എന്തിനും മരുന്ന്, എല്ലാത്തിനും മരുന്ന്, കോടികൾ അമുക്കി. ഇവിടെ കൊറോണ വന്നപ്പോൾ ഇയാൾ പറയുന്നു, എന്തിനാ നിങ്ങൾ ഈ മരുന്നൊക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ അടിക്കുന്നത്? എന്റെ പതഞ്ജലി പോയി മരുന്ന് വാങ്ങും. ഏത് മരുന്ന്? മനുഷ്യന്റെ മൂത്രത്തിൽ ലേഹം കളിക്കുന്നത്. അറിയോ സഖാവേ? ആ ബാബാ രാംദേവിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾ പ്രകടനം നടത്തിയെന്ന് പറയുന്നത് ഷാജിയല്ല, പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ തുറന്നു നോക്ക്. എന്നുള്ളത് പറയുകയാണെങ്കിൽ എവിടെയാ ബാബാ രാംദേവ്? നിങ്ങൾ ഈ രാജ്യത്തിൽ BJPയെ കൊണ്ടുവന്നവർ സഹായിച്ചതാണ്. ഇനിയിപ്പോഴോ നിങ്ങൾ കോൺഗ്രസ് പത്മജ BJP പോയതല്ലേ? നിങ്ങൾ പറയുന്ന കണക്ക് ഇവിടെ അത് നേരിട്ട് പോയതല്ലേ? നിങ്ങൾ ഈ രാജ്യത്തെ പിന്നാമ്പുറത്ത് കൂടെ BJPയുടെ അടുക്കളയിൽ കൊണ്ടുപോയി പണയം വെക്കാൻ ശ്രമിക്കുന്നവരല്ലേ നിങ്ങൾ? അല്ലേ? കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ സ്ഥാനാർത്ഥികളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ എന്ത് സ്ഥാനാർത്ഥികളോ? മനുഷ്യനറിയാൻ ആരെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇതൊരു കച്ചവടമല്ലേ? നിങ്ങൾ കൃത്യമായി നടത്തുന്ന കച്ചവടമല്ലേ? നിങ്ങളെ മാറ്റാൻ പോകണമെന്നാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ BJPക്ക് കൊടുക്കുക. ബാക്കിലെടുത്ത് മുഴുവൻ BJP CPMന് വോട്ട് ചെയ്യുക എന്ന കരാറിന്റെ പേരിലാണ് അപ്രസക്തരായ BJP സ്ഥാനാർത്ഥികളെ കേരളം മുഴുവൻ നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. എന്തിനെന്നറിയോ? കോൺഗ്രസിന്റെ UDFന്റെ എണ്ണത്തെ കുറക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. അത് കൃത്യം തൃശ്ശൂര് ഉറപ്പാണ്. എന്താ കാര്യം? തൃശ്ശൂരിൽ എന്താണ് ചോദ്യം? വീണമോള് വേണോ, തൃശ്ശൂർ വേണോ? പിണറായി വിജയന് വീണമോള് വേണമെങ്കിൽ തൃശ്ശൂർ വിട്ടുകൊടുക്കണം. തൃശ്ശൂർ കൊടുക്കണില്ലേ, വീണമോള് ജയിലിൽ പോണ്ടിരുന്നു. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. SFIO എന്നൊക്കെ പറയുന്നത് കേന്ദ്രം കയ്യിൽ വെക്കുന്ന ടൂളാണ്. ഇടക്കൊന്നും വരും, പഠിപ്പിക്കും. അതിന് പിണറായി വിജയനൊക്കെ ഒന്ന് ബേജാറായി. സത്യനാഥ് എന്നാ വൈദ്യനാഥൻ, പിന്നെ അഡ്വക്കേറ്റ് വരും, അരവിന്ദ് P. ദത്താർ വരും, കോടികളെ നടത്തു കൊടുക്കും, എന്നിട്ട് വാദിക്കും, പോവും. SFIO പിന്നെ എവിടെയാ? ഈ SFIO നിങ്ങൾ കാണിക്കുന്നത് വിലപേശാനാണ്. അന്വേഷണ ഏജൻസിയെ വെച്ച് രാജ്യത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഈ SFIOയും വെച്ച് വില പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ്. ഇവിടുത്തെ സഖാക്കളത് അതിൽ കക്ഷികളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ നേതൃത്വമുണ്ട്, ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. അവർ കൃത്യമായിട്ടുണ്ട്, കൃത്യമായ അജണ്ടകൾ അതിന്റെ പറയുന്നുണ്ട്. ഒറ്റക്കാര്യം, നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ചെറിയ കേസല്ല. ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചു, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. ഇവിടൊക്കെ ഈ നമ്മുടെ നാട്ടിലൊക്കെ പരസ്യം കാണും. ഈ മാട്രിമോണിയിൽ പരസ്യം കാണുമ്പോൾ എന്താ പറയുന്നത്? അതിനകത്ത് പറയും
22 വയസ്സുള്ള ചെറുപ്പക്കാരി, 22 വയസ്സ്. ഇന്ന് സമുദായം വലിയ വെണ്ടക്കയിൽ പറയും സർക്കാർ ജോലി. കല്യാണത്തിന് ഇതൊരു അട്രാക്ഷൻ ഉണ്ട്. അത് കാണുന്ന മാട്രിമോണിയൽ സൈറ്റിനകത്ത് ആരും ഒന്ന് നോക്കും. എന്താ കാര്യം? ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയാണ്, ആളുകൾക്കൊരു ഉറപ്പാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറെ യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ, പല ആളുകളുണ്ടല്ലോ. ഇന്നലെ എറണാകുളത്ത് DCC പ്രസിഡന്റിന് ഷിയാദിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി പോലീസുകാരൻ കളിക്കുന്ന ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ. എല്ലാവരും മനസ്സിലായിക്കോളി, നിങ്ങളുടെ എല്ലാവരുടെയും പ്രയാസത്തിലേക്കാണ് ഒരു ഗവൺമെന്റിന്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നത്. ആ ശമ്പളം, ഞാൻ പറഞ്ഞു വന്നത്, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. എന്നാലോ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് വാദിക്കാൻ പൈസ ഉണ്ടല്ലോ. ഇവിടെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് SFIO അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് വാദിക്കാൻ വന്നത് വൈദ്യനാഥനാണ്. ഈ വൈദ്യനാഥന് നിങ്ങൾ കൊടുത്ത ഫീസ്, ലീഗലി കൊടുത്ത ഫീസ് 50 ലക്ഷം രൂപയാണ്. KSIC പൈസ കൊടുക്കുന്നത്. എന്റെ പേരിൽ കേസുണ്ടല്ലോ, വിജിലൻസ് അന്വേഷിക്കുന്ന കേസുണ്ട്, ED അന്വേഷിച്ച കേസുണ്ട് എന്റെ പേരിൽ. ഞാൻ അങ്ങനെ കേസ് അന്വേഷിച്ചാൽ നോക്കിയത് സർക്കാരിന്റെ പൈസ കോട്ടെ, പാർട്ടിന്റെ ഫണ്ടാ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഭാരവാഹികളെ കൊണ്ടല്ലോ അവിടെ. ഞാൻ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തില്ല കേസ് നടത്തിയത്. കാര്യം എന്താണ്? അത് തെളിയിക്കേണ്ട ബാധ്യത എന്റെ പേരിൽ വന്നാൽ തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസ് അന്വേഷണം വന്നാൽ KSIDCയുടെ പൈസ എടുത്താണോ നിങ്ങൾ വാദിക്കല്? ആണോ? ഈ KSIDC എന്ന് പറയുന്നത് ആരെങ്കിലും സ്ത്രീധനം കിട്ടിയ സാധനമാണോ? സർക്കാരിൻ്റെതല്ലേ. 50 ലക്ഷം രൂപ തീർന്നില്ല. ആരാ ഈ അരവിന്ദ് P. ദത്താർ? ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ വക്കീലാണ്. സുപ്രീം കോടതിയിലെ വക്കീലൊക്കെ എനിക്കറിയാം, വക്കീലുമാരെ റേറ്റും അറിയാം. കാരണം കുറച്ച് ദിവസമായിട്ട് പണി 10-14 കേസുണ്ടല്ലോ. ഞാൻ സുപ്രീം കോടതി പോയതാണ്. കേസ് നോക്കുന്ന സമയത്ത് ആരോ പറഞ്ഞതിനോട് അരവിന്ദ് P. ദത്താർ അടിപൊളി വക്കീലാണ്. വക്കീലൊക്കെ അടിപൊളിയാണ്. PC ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വിമാനം കയറിയതാണ്. കുടുംബം നിറവാളായി പോകും ഒരൊറ്റ സിറ്റിയിൽ വന്നാൽ. കോടിയുടെ വിലയാണ്. ഈ അരവിന്ദ് P. ദത്താറിനെയാണ് നിങ്ങൾ കർണാടകയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് അന്വേഷിക്കാൻ, കേസിനു വേണ്ടി വാദിക്കാൻ കൊണ്ടുപോയത്. എന്നാലോ പാവപ്പെട്ടവന് കൊടുക്കാൻ ശമ്പളം കയ്യിലില്ല, ശമ്പളമില്ല. ഇവിടെ നിങ്ങൾ നവകേരള യാത്ര നടത്തി, എത്ര പൈസയാണോ ദൂർത്തടിച്ചത്? അതിനുവേണ്ടി കൊടുത്ത പ്രിന്റിംഗ് നോട്ടീസിന്റെ, പത്രപരസ്യത്തിന്റെ കോടികളുടെ കണക്ക് ഇന്നലെ പുറത്തു വന്നു. എത്ര പൈസ? മുഖ്യമന്ത്രിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ലിഫ്റ്റ്, ഒരു സ്റ്റെപ്പും വന്ന് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങാൻ ലിഫ്റ്റ്. അതിനുപോലെ ഞാൻ ഈ സ്റ്റെപ്പും ലിഫ്റ്റും ഒന്നുമല്ല എന്നെ അതിശയപ്പെടുത്തിയത്. കാര്യം എന്താ? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഗുരുത്തിലെ സ്വിമ്മിംഗ് പൂൾ ലക്ഷക്കണക്കിന് രൂപ. ഞാനിങ്ങനെ ആലോചിച്ചു, ഇയാൾ ഈ വരുന്ന പോകുന്നൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് ഒരു സ്റ്റെപ്പും വന്ന് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ ലിഫ്റ്റ് വേണം. സ്റ്റെപ്പുകൾ ഒന്നാമത്തെ നില, രണ്ടാമത്തെ നിലയ്ക്കല്ല, ഒരു സ്റ്റെപ്പും വന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇത് ഇവിടെയാണ് ഇപ്പം പൊതുയോഗം നടക്കണമെങ്കിൽ ആ മതിലൊക്കെ പൊളിച്ചിട്ട് ബസ് കൊണ്ട് വരണം. എന്നുവെച്ചാൽ ആൾ നമ്മുടെ വരെ നടക്കാൻ ഇയാൾക്ക് പറ്റൂല. എടോ, അങ്ങനത്തെ ഒരാളെങ്ങനെയോ നീങ്ങുക? സ്വാഭാവികമായ കൺഫ്യൂഷനാണ്. ഈ 10-50 ലക്ഷം റുപ്യ മുടക്കിയിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് നീന്താൻ പറ്റുമോ? പറ്റൂലല്ലോ. പിന്നെ ആരോട് അവിടെ നീന്തുന്നത്? മുഹമ്മദ് റിയാസോ പേരക്കുട്ടിയോ? അതാണ് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ പൈസ ഉണ്ടാക്കേണ്ട സ്വിമ്മിംഗ് പൂൾ. പാവപ്പെട്ടവന് ശമ്പളം കൊടുക്ക്, അത് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ കുറ്റം പറയരുത്, BJPക്കാർ വിഷമമൊന്നും ഉണ്ടാവരുത്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാലും നമ്മളുടെ മുഖ്യമന്ത്രി ഒരു നല്ല പശുഭക്തനാണ്. വീട്ടിൽ നിറയെ പശുവാണ് എന്ന് മാത്രമല്ല, പശുവിന് വല്ല വിഷമം ഉണ്ടായാൽ ഉടൻ മ്യൂസിക് വെച്ചു കൊടുക്കും. പശു വിഷമിക്കാൻ പാടില്ല. അവിടെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പശു ഉറങ്ങല് ചിക്കുപൊക്ക് റെയിലേ എത്ര ലക്ഷം രൂപയുടെ ചെലവാക്കിയത് MLA-മാരിൽ എവിടെ ചോദിച്ചു? എത്ര ലക്ഷം? പാവപ്പെട്ടവന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോഴേ ഈ ദൂർത്ത് മകളുടെ കേസ് വാദിക്കാൻ കോടികൾ, രാജ്യത്ത് പശുത്തൊഴുത്തുണ്ടാക്കാൻ കോടികൾ. ഇതൊക്കെയാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായ കാര്യം. എന്താ വെച്ചാൽ കർണാടകയിലെ കോടതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ വക്കീൽ പറഞ്ഞൊരു കാര്യം എന്താ? നിങ്ങൾ ഈ അന്വേഷണം ഒന്ന് ഒഴിവാക്കി കിട്ടണം. കോടതി ചോദിച്ചതിന് അല്ല, അറസ്റ്റ് ഭയമുണ്ടല്ലേ? ഭയമുണ്ട് എന്നാ എഴുതി വെച്ചോ. ക്ലിഫ് ഹൗസിന്റെ പേര് മാറ്റിയിട്ട് അച്ഛനുറങ്ങാത്ത വീട് എന്നാക്കാൻ പോകാൻ ഇനി ബാക്കിയുള്ള നോക്കാം. കേസുകളുടെ പൂരാണ്. ഈ കട്ടുകൊണ്ടതൊക്കെ പുറത്തു വരണം, വന്നേ മതിയാവും.
ഇതിന്റെ രാഷ്ട്രീയം അറിയണം. നിങ്ങൾ ഇങ്ങനെ ഒരു അതിക്രമ രാഷ്ട്രീയത്തെ നിലക്ക് നിർത്തേണ്ടതില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന് ഒരു ആങ്കർ സാധാരണ നമ്മളൊക്കെ ഈ പരിപാടിക്ക് സംവിധാന സാഹിബൊക്കെ പോകുന്ന എത്ര പരിപാടികൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വെറുതെ കൊഞ്ച് എങ്ങനെ പരിപാടിക്ക് അദ്ദേഹത്തെ അധ്യക്ഷൻ ഉണ്ടാവും. അധ്യക്ഷൻ വെറുതെ കുട്ടികളാണ് ഒരാൾ വിളിക്കും, അതൊരു 4 വർത്താനൊക്കെ പറയും. നമ്മൾ പ്രസംഗിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പ്രസംഗിച്ചാൽ നന്ദി, അതിന് പ്രത്യേക കാര്യം ഉണ്ടായിട്ടല്ല. ഇതൊക്കെ നാട്ടിൽ നടക്കണതല്ലേ. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ സാധു ആങ്കർ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പറഞ്ഞു, പ്രസംഗം ഘോഷായി. ഉടനെ അയാൾ അഞ്ചാണി പറയുന്നത് വേണ്ടട്ടാ, നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞതാണ്, അതും സമ്മതിക്കൂല. ഞാൻ നിങ്ങൾ മോശാന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇടിയും ബിസിനസ്സിലൊക്കെ പറഞ്ഞേച്ചത്. ശരി, എന്നാൽ നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞൂടെ? ഇതെന്ത് മനുഷ്യരിടോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? നല്ലതും പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല. ഇങ്ങനെ കൊണ്ടുനടക്കാൻ മാത്രം ഇതെന്ത് തങ്ക അറിയേണ്ടി വയ്ക്കുകയാണ്. ഇങ്ങനെ ചുമക്കേണ്ട കാര്യത്തിനാണ്. എന്നാൽ ഈ നാട്ടിലുണ്ടെങ്കിലും 10 രൂപയുടെ ഉപകാരന്റെ തിരക്കടില്ല, എന്തെങ്കിലും ഗുണന്റെ തിരക്കടില്ല. നരമേധ രാഷ്ട്രീയമാണ്. നരമേധ രാഷ്ട്രീയം, മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയം. അതാണ് വേണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കമ്പോളത്തില്ല, സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് മനോഹരമായി പറഞ്ഞു. അതിമനോഹരമായി. ഒരു പക്ഷേ ഈ കാലം കേട്ട ഏറ്റവും സുന്ദരമായ ഒരു പൊളിറ്റിക്കൽ ക്യാപ്ഷനാണത്. സ്നേഹത്തിന്റെ കട തുറക്കുക, ഒരു വ്യാപാരം പോലെ നിങ്ങളതിനെ വ്യാപിപ്പിക്കുക. അതാണ്, അതിനെ നിങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇത് ഇന്ത്യയുടെ പൊതുപ്രതലത്തിലാണ്. കാര്യം എന്താണ്? ഇന്ത്യ ഫാഷിസ്റ്റുകൾ ആക്രമിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു, ആൾക്കൂട്ടാക്രമണം കൊണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു. അടിസ്ഥാന കാര്യം കാര്യങ്ങൾ മനുഷ്യൻ കൊല്ലപ്പെടുന്നു എന്നതാണ്. മനുഷ്യനെ വെട്ടി നോക്കുന്നത് ഫാഷിസമായാലും മാർക്സിസമായാലും മതമായാലും ഒന്നല്ലേ വികാരം. മനുഷ്യനല്ലേ കൊല്ലപ്പെടുന്നത്? ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്നത് മഹാപാപവും കോഴിക്കോട് കൊല്ലപ്പെടുന്നത് അത്രയൊന്നും പാപമല്ലാതാവുകയും ചെയ്യുന്നത് എന്താ അത്ര വ്യത്യാസം? അവിടെയും പോലെ മനുഷ്യൻ മരിക്കല്ലേ, ഇവിടെയും മനുഷ്യൻ മരിക്കല്ലേ? എത്ര പേരെ നിങ്ങൾ എന്റെ മേക്കിട്ട് കയറിയല്ലോ കുഞ്ഞനന്തന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞനന്തന മാത്രം വിഷയമാണോ? ഞാൻ കണ്ണൂരിൽ പാർട്ടി ഏൽപ്പിച്ച ചുമതലയിൽ 10 കൊല്ലം MLA ആളാണ്. എനിക്കറിയാം എന്താ കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ അന്തർധാരയെന്ന്. CPM നേതൃത്വം കൊടുക്കുന്ന ഒരു കലാപ രാഷ്ട്രീയമുണ്ട്, ചെറുതല്ലാത്. അവസാനം സിദ്ധാർത്ഥിന്റെ മരണം വഴി നിങ്ങൾ കണ്ടത് ചെറിയ വിഷയമല്ല, ചെറിയ കാര്യമല്ല. ഞാൻ ചോദിച്ചത് കുഞ്ഞനന്തൻ എങ്ങനെയാണ് കുഞ്ഞനന്തൻ മരിക്കുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ മേക്കിട്ട് കയറി. പക്ഷെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയട്ടെ, കുഞ്ഞനന്തന്റെ മാത്രമല്ലല്ലോ, TP ചന്ദ്രശേഖരന്റെ വധം മാത്രമല്ലല്ലോ. ഞാൻ 2-3 ഇൻസിഡന്റ് പറയാം. ഒന്ന്, പ്രിയപ്പെട്ട ഷുക്കൂറിന്. ഷുക്കൂർ കൊല്ലപ്പെടുമ്പോ ഞങ്ങൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. എന്തെന്നാൽ കൊന്നവനല്ല കൊല്ലിച്ചവനെ. അതൊരു പ്രശ്നമാണ് കേരളത്തിൽ. എന്താ കാര്യം അറിയോ? ഷുക്കൂറിനെ വയലിലിട്ട് അറുക്കുമ്പോ P. ജയരാജൻ തളിപ്പറമ്പിലെ കോപ്പറേറ്റീവ് കോളേജിലകത്ത് ആശുപത്രിക്കകത്തിരിക്കുകയാണ്. തെളിവുണ്ട്, അഡ്മിറ്റാണ്. രോഗമുണ്ടോ? ഇല്ല, വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വാങ്ങിയിരിക്കുകയാണ്. കുഞ്ഞനന്തനെ കുറിച്ച് പോലീസ് വിളിക്കുന്ന പേര് കാലൻ കുഞ്ഞനന്തൻ എന്നാണ്. കുഞ്ഞനന്തന്റെ രീതി എന്താ? ഒരുത്തനെ അറക്കാൻ ഏൽപ്പിക്കും, അവന്റെ കടുത്തറുത്ത് കൊന്നുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞനന്തൻ പോലീസ് സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിളിന്റെ മുമ്പിൽ, SIയുടെ മുമ്പിൽ, DYSPയുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. എല്ലാ ഏർപ്പാടിന്റെ വരിക. കേസ് നോക്കുമ്പോഴോ ആ സമയത്ത് കുഞ്ഞനന്തൻ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതൊരു തന്ത്രമാണ്. ഞങ്ങൾ ആ കേസിനെടുക്കാൻ തീരുമാനിച്ചു. ആ കേസിനെടുക്കാൻ തീരുമാനിച്ചപ്പോ കൊന്ന വയലിൽ വെച്ച് ഷുക്കൂറിനെ കൊന്നവര് മാത്രമല്ല, അങ്ങനെയാണ് P. ജയരാജൻ കേസിലെ പ്രതിയായത്. ഇപ്പോഴും പ്രതിയാണ്. വിടുതൽ ഹർജി കൊടുത്തിരിക്കുന്നു CBI കോടതിയിൽ. അവിടെ ആശുപത്രി കൊന്നവനെ കൊല്ലിച്ചവനെ പിടിച്ചു. നിങ്ങൾ അറിയേണ്ടത്, ഷുക്കൂർ കൊല്ലപ്പെട്ടതിനെ ഒരു പ്രതി ആത്മഹത്യ ചെയ്തു. നമുക്ക് ആത്മഹത്യ എന്നല്ല പറയാൻ കഴിയുള്ളൂ, ചെയ്തു. മറ്റൊരു പ്രതിയുടെ ഭാര്യ ഇത്തിരി ഔട്ട്സ്പോക്കൻ ആണ്, ആത്മഹത്യ ചെയ്തു. 2 മരണം ഷുക്കൂറിന് ശേഷം. ഫസല് കൊല്ലപ്പെട്ടു. ഇതൊക്കെ തലശ്ശേരിക്കാണ്. 3 പേര് കൊല്ലപ്പെട്ടു. 2 പേർ കത്തിക്കുത്തിന് കൊല്ലപ്പെട്ടു, മറ്റൊരുത്തനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ. ആരാണ്? 3 പ്രതികളാണ്. ഈ ഫസലിന്റെ കേസ് അന്വേഷിക്കുന്ന DYSP K. രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ ഇവിടെ കേരളം ഭയങ്കര പ്രബുദ്ധമാണല്ലോ. തൊഴിലാളി സംഘടന, പോലീസ് സംഘടന, സകല പിന്നാക്കം നാട്ടിലുണ്ട്. ഇന്ന് അവരൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്.
ഈ കേസ് അന്വേഷിച്ച കെ രാധാകൃഷ്ണൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഭീകരമായി ആക്രമിച്ച് മൂക്കിന്റെ പാലൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് ചത്തെന്ന് ഉറപ്പ് വരുത്തിയ സഖാക്കൾ പോയി ആശുപത്രിയിൽ പോയി തന്നെ മനുഷ്യനെ കണ്ടിരുന്നു. അത്യാസന്ന നിലയിൽ പുറത്തിറങ്ങിയ അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ കൊടിയേരി അന്ന് ഇടതുപക്ഷ സർക്കാർ. അയാൾ IPS എഴുതിയെടുത്ത, അല്ലാതെ ക്യാബിനറ്റിന്റെ ഔദാര്യത്തിൽ കൺഫർ ചെയ്യപ്പെട്ട ആളല്ല. ആ DYSP രാധാകൃഷ്ണൻ അവസാനം ഒരു ഗതിയില്ലാതെ, ശമ്പളമില്ല, പെൻഷനില്ല, കുടിശ്ശിക ഒന്നുമില്ല, കരഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് കരഞ്ഞു പറയാൻ, ദയവ് ചെയ്ത് എന്നെ എന്തെങ്കിലും ചെയ്യണം, സർവീസ് തിരിച്ചെടുക്കണം, എനിക്ക് ജീവിക്കാൻ വയ്യ. നിങ്ങൾ 5 മിനിറ്റ് രാധാകൃഷ്ണനോട് സംസാരിച്ചാൽ നിങ്ങളുടെ കണ്ണ് നിറയും. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായ ഒരു പച്ച മനുഷ്യൻ. ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അയാളോട് മുഖ്യമന്ത്രി പറയാൻ, ആ പോയിട്ട് ആത്മഹത്യ ചെയ്തോ? അയാൾ കരഞ്ഞിട്ട് പറയാം, നിങ്ങളറിയോ കേരളത്തിൽ IPS എഴുതിയെടുത്ത, ഒരുപാട് കാലം DYSP ആയി സർവീസ് എടുത്ത രാധാകൃഷ്ണൻ കർണാടകയിൽ ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുക, ഭക്ഷണം വാങ്ങാൻ. എന്തിന്? ഒരു കൊലപാതകത്തിന്റെ കേസ് അന്വേഷിച്ചു എന്നതിന്റെ പേരിൽ. ഫസലിനെ കൊന്ന 3 പേര് കൊല്ലപ്പെട്ടു, ഷുക്കൂറിനെ കൊന്ന 2 പേര് കൊല്ലപ്പെട്ടു, മൻസൂറിനെ കൊന്ന രതീഷ് വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. 2ാം പ്രതി. അപ്പോഴാണ് TPയുടെ കുഞ്ഞനന്ദൻ. പിന്നെ ഞാൻ കുഞ്ഞനന്ദന്റെ വിഷയം വെറുതെ പറഞ്ഞോട്ടെ, അങ്ങനെ എന്നെ നിസ്സാരാക്കാൻ നിൽക്കണ്ട. കാരണം കുഞ്ഞനന്ദൻ മരിക്കുന്നത് 2020-ലാണ്. അന്ന് ഞാൻ അഴീക്കോട് MLA. എന്ന് വെച്ചാലേ സെൻട്രൽ ജയിൽ അഴീക്കോടാണ്. സെൻട്രൽ ജയിൽ അഴീക്കോടാണ്. അഴീക്കോടാന്ന് മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെൻട്രൽ ജയിലിൽ പോകണം. അവിടുത്തെ കിണർ ഈ പറയുന്ന കുഞ്ഞനന്ദനുമായിട്ട് ഞാൻ പലതവണ ജയിലിൽ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇവിടെ വെള്ളമില്ല, വലിയ പ്രശ്നമാണ്. ഞാനത് ഒരു MLA ജയിലാന്ന് പറഞ്ഞു അന്ന് DGP. കാര്യം എന്താണ്? MLA ജയിലിൽ നിന്ന് വോട്ടിട്ടാനാണ്, വോട്ടൊന്നും കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ മനുഷ്യന്റെ കുടിവെള്ളമല്ലേ അവിടെ MLA പങ്കെടുത്തത് ജയിലിനകത്ത്, കണ്ണൂർ ജയിലിൽ എന്റെ പേരെഴുതി വെച്ചിട്ട് പെടും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാൻ വെള്ളം കൊടുക്കും. അവിടെ എനിക്ക് അത്ര ബന്ധമാണ്. അവിടെ ആ ജയിലിൽ കുഞ്ഞനന്ദിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് എങ്ങനെയാ? ജയിലിൽ എങ്ങനെയാ ഭക്ഷണം കൊടുക്കല്? ഒരാൾക്ക് പൊറോട്ട, ഒരാൾക്ക് ചപ്പാത്തി, ഒരാൾക്ക് കോഴി ബിരിയാണി. എങ്ങനെ ഒരു പാത്രത്തിലെ ഫുഡ് വെക്കുക? അതിന് വിഷബാധ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരണം. കുഞ്ഞനന്ദിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന്റെ കൃത്യം ഒരാഴ്ച മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ അടിയന്തരമായി കണ്ണൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു VIP. അന്വേഷണം നടക്കട്ടെ, ഞാൻ പറയാലോ. അന്വേഷണം നടക്കുമ്പോൾ പറയാം. ഞാൻ ചോദിക്കുന്നത്, CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു, സഖാവ് ഗോവിന്ദൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഷാജിന്റെ പേരിൽ കേസ് എടുത്തു. ധൈര്യം ഉണ്ടെങ്കിലും ഞാൻ വെല്ലുവിളിക്കാൻ ഈ വിഷയത്തിൽ ഒരു കേസെടുക്കും. സഖാവെ, കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ നിങ്ങൾ ഒരു FIR ഇടൂല. എന്താ കാര്യം എന്നറിയോ? കാര്യങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇടൂല. അല്ല, നിങ്ങൾക്ക് കേസിന് പൂതിയായിട്ടൊന്നല്ല. പള്ളാർസ് കേസ് പെണ്ണുണ്ട്, അത് പൂതിയായിട്ടൊന്നല്ല. നിങ്ങൾ ഇടൂല. ധൈര്യം ഉണ്ടെങ്കിൽ ഇട്. എന്റെ പേരിൽ ഞാൻ ആ പ്രസംഗിച്ചതിന്റെ പേരിൽ FIR ഇട്. ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇടുവോ? കുഞ്ഞനന്ദൻ മാത്രമാണ്. CH അശോകൻ എങ്ങനെ മരിച്ചത്? CH അശോകൻ നിസ്സാരന അല്ല. കുഞ്ഞനന്ദനെ പോലെ പ്രധാനപ്പെട്ട കണ്ണി, ONGM ബ്രാഞ്ച് സെക്രട്ടറി, NGO യൂണിയന്റെ സംസ്ഥാന ഭാരവാഹി, മരിച്ചെന്ന വിവരം നാട്ടുകാരറിഞ്ഞ് ഞാൻ ഇന്നലെ വടകരയിൽ RMPയിൽ അവിടെ ഉള്ള അവരടക്കമുള്ള പരിപാടിയിൽ സംസാരിച്ചിട്ട് വരുന്നത്. അവരെന്നെ കണ്ടു. RMP അന്ന് പറഞ്ഞു അശോകന്റെ മരണത്തിൽ ദുർബലയുണ്ട്. ഇതൊരു കഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കൊല്ലുക, എന്നിട്ടോ കൊന്നവനെ പിന്നെയും കൊല്ലുക. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹൈക്കോടതിയിൽ TP ചന്ദ്രശേഖരന്റെ വാദം വന്നത്. അതിൽ കോടതിയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ, TP ചന്ദ്രശേഖരനെ കൊന്ന 1, 2, 3, 4, 5, 6, 7 7 പേർ, 7 പ്രതികൾ, 1 മുതൽ 7 വരെയുള്ള പ്രതികൾ. കോടതിയുടെ നിരീക്ഷണം അറിയോ? TP ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ല, TP ചന്ദ്രശേഖരനെ അറിയില്ല, TP ചന്ദ്രശേഖരനോട് വിരോധമില്ല. പിന്നെ എങ്ങനെ? ഇവര് വാടകക്ക് എടുത്തതാണ്. പ്രതി അപ്പൊ ഒരു കത്തി വാങ്ങുന്ന പോലെയാണ് പ്രതി. അവര് കുടിക്കാൻ മതിയോ? പോരാ, അവരെ പറഞ്ഞയച്ചാൽ കൊടുക്കും. കേരളത്തിലെ പോൽ ഇതിന്റെ ബാക്കി ഇപ്പൊ സിദ്ധാർത്ഥം മരിച്ചല്ലോ. സിദ്ധാർത്ഥം മരിച്ചപ്പോ 3 ദിവസമാണ് ആ കുട്ടി വെള്ളം കുടിച്ചിട്ടായത്.
പലരും എന്നോട് ചോദിച്ചു. ഇപ്പൊ സമദാനി സാഹിബിനെ പോലൊക്കെ വലിയ കാരുണ്യം, സഹതാപം, സ്നേഹം ഒക്കെ പറയുന്ന ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതറിയണമെങ്കിൽ നിങ്ങൾ കണ്ണൂരിലെ CPI ചന്ദ്രശേഖരൻ്റെ എന്ന കേസിലെ ഒരു കുറിപ്പുണ്ട് പോലീസിൻ്റെ. എന്താ നിങ്ങൾ ചന്ദ്രശേഖരനെ വെട്ടി ചോരയിൽ കുളിച്ചിങ്ങനെ കിടന്നിട്ട് അയാളിങ്ങനെ വില്ലുപോലെ വളയാണ് ഒരു ശ്വാസത്തിന്. അപ്പോൾ കാറിലേക്ക് കയറിയ പ്രതികളിൽ ഷാഫി ആ ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഒരു വട്ട. ആര് ചികിത്സയുള്ളവർ? ഇവര് മനുഷ്യരല്ല, മനുഷ്യരല്ല. ഞങ്ങൾ വെറുതെ പറയുന്നത് കേവലം ഒരു വോട്ടിന്റെ രാഷ്ട്രീയം മാത്രമല്ലത്. ഇത് രാജ്യത്ത് ബഹിഷ്കരിക്കണം, ഇല്ലാതെയാക്കണം. അപ്പൊ കിട്ടുന്ന ഓരോ നമ്പർ ഇറക്കിയിട്ട് ഒരു വോട്ട് വാങ്ങി പോകും. സൂക്ഷിക്കണം നിങ്ങൾ. ഈ വോട്ടുകൾക്ക് വലിയ അർത്ഥമുള്ള ഒരു കാലമാണിത്, വലിയ പ്രാധാന്യമുണ്ട്. ചിന്തിക്കണം. ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്, സൂക്ഷിക്കണം നിങ്ങൾ. ഇപ്പോ ഇവിടെ സ്ത്രീകളുണ്ട്, നമ്മളൊക്കെ മക്കളെ കുറിച്ച് കാണുന്ന ഒരു സ്വപ്നം എന്താ? ഇപ്പൊ ഈ ചിലയിടത്തൊക്കെ കാണാം ഈ വൈദ്യം ഇങ്ങനെ ഒറ്റമൂലി എന്ന് പറയും. ഒറ്റമൂലി കഴിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ പനി, ജലദോഷം, തലവേദന, കാലുവേദന, മുട്ടുവേദന, അതിനൊക്കെ ഒരൊറ്റ മൂല്യല്ല. അതുപോലെ നമ്മൾ അച്ഛന്മാർക്ക്, അമ്മമാർക്ക് ഒരു കൺസേൺ ഉണ്ട്. നമ്മുടെ മക്കൾ അവർ നല്ല മതവിശ്വാസികളാവും, ഏത് മതവിശ്വാസികളാവണം അല്ലേ? അവർ അച്ഛനെ ചീത്ത പറയരുത്, അമ്മയെ സ്നേഹിക്കണം, അധ്യാപകരോട് ബഹുമാനം കാണിക്കണം, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അവർ ലൈംഗികമായ അരാജകത്വം ഉണ്ടാവരുത്, കുഴപ്പങ്ങൾ ഉണ്ടാവരുത്, അവർ നല്ലവരാവണം. ഇതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, ഇതിനൊറ്റ ഒരൊറ്റ മൂല്യം എന്താ അറിയോ? മക്കളെ SFI പിടിക്കാതെ നോക്കുക. അതാ SFI ആവാതെ നോക്കി 80% കഴിച്ചതായി. ബാക്കി 20 നോക്കിയാൽ മതി, ബാക്കി 20 നോക്കിയാൽ മതി. മക്കളെ അരാജകത്വത്തിൽ കൊണ്ടുപോയി തള്ളുകയാണ്, മതനിരാസത്തിൽ തള്ളുകയാണ്, അവരുടെ രാജ്യത്തിന്റെ തെരുവുകളിലാണ്. ഇത് സൂക്ഷിക്കേണ്ടുന്ന ഗൗരവപ്പെട്ട പ്രശ്നമാണ്. ഇത് കേവലം രാഷ്ട്രീയം മാത്രമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് അപകടപ്പെട്ട ഒരു സാമൂഹ്യ ക്രമത്തെ തകർക്കുന്ന വിഷയമാണ്. ഫാഷിസ്റ്റുകൾ മാത്രമല്ല, മാർക്സിസ്റ്റുകളുടെയും ഈ അജണ്ടകളെ തോൽപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ അജണ്ടയെ തോൽപ്പിക്കാനാവണം. താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ തർക്ക വിതർക്കങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങളുടെ കാലവുമല്ല. ഫാഷിസം വന്ന് മൂടുകയാണ്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുകയാണ്, നമ്മെ ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടുകയല്ല വേണ്ടത്. 4 കോടതി വിധികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അടുത്ത കാലത്ത്. ഒന്ന് സുപ്രീം കോടതിയിൽ വന്ന ഇലക്ഷൻ ബോണ്ട് കേസ്, രണ്ടാമത് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്, മൂന്നാമത് കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിച്ച വിഷയത്തിൽ ഉള്ള അപ്പലറ്റ് കോർട്ടിന്റെ വിധി. മെനഞ്ഞാന്ന് വന്ന ഒരു വിധിയുണ്ട്, അതുകൂടെ കേൾക്കണം. DK ശിവകുമാർ എന്ന് പറയുന്ന ഫാഷിസ്റ്റുകളുടെ കണ്ണിലെ കരട്. ഹിമാചലിൽ BJP കുഴപ്പമുണ്ടാക്കുമ്പോൾ പാഞ്ഞു ചെല്ലുന്നത് DK ശിവകുമാറാണ്. തെലുങ്കാനയിൽ BJPയുടെ അടിവേറുന്ന പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് DK ശിവകുമാറാണ്. ആ DK ശിവകുമാറിനെ കൊടുക്കാൻ ഇവര് കൊടുത്ത ആന്റി മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് എടുത്ത കേസ് മെനഞ്ഞാന്ന് കോടതി പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. ഈ രാജ്യത്തെ പ്രതീക്ഷകളൊന്നും അസ്തമിക്കണില്ല. അങ്ങനൊന്നും ആരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലേ അതിനൊന്നും നിൽക്കണ്ട. 300 കൊല്ലം രാജ്യം ഭരിച്ച വിദേശികളെ ഓടിച്ച നമ്മളാണ്. 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം. ചെറുപ്പക്കാർക്കൊക്കെ 10 കൊല്ലമായപ്പോഴത്തേക്ക് ഒരു ക്ഷീണം. അതെന്ത് ക്ഷീണട്ടോ? വല്യാപ്പാനൊക്കെ നോർത്തോക്കി, വല്യാപ്പാനെ നോർത്തോക്കി. ഒരു അനുഭവിച്ചില്ല. നമുക്ക് വേണ്ടിയല്ലേ സമരം ചെയ്തത്, യുദ്ധം ചെയ്തത്? അതല്ലേ നമ്മൾ അനുഭവിക്കുന്നത്, അതല്ലേ ആസ്വദിക്കുന്നത്? 30% പിൻവലാനുള്ളത് എന്തുകൊണ്ടാണ്? വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ടാണ്. ഒരുമിച്ച് നിന്നാൽ മാത്രം മതി, ഒരുമിച്ച് പൊരുത്തൊന്നും വേണ്ട, ഒന്നും നിന്നാൽ മതി. പിന്നൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ടല്ലോ, അയാൾക്കുള്ളത് ഒരു വോട്ടാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞായിഷൂരും പാത്തുമ്മക്കും സുബൈറിനും ഇവിടുത്തെ മനോഹരനും ശാന്തക്കൊക്കെ ഉള്ളതും ഓരോ വോട്ടാണ്. ഓൾക്ക് ഇരട്ടിപ്പിക്കാനുള്ള വകുപ്പൊന്നുമില്ല. ഒരു വോട്ട് പ്രധാനം. ഒരു വോട്ടുള്ളവൻ മറ്റൊരുത്തൻ്റെ വോട്ട് വാങ്ങുമ്പോൾ അപ്പോഴത് രണ്ടാവുക അവൻ്റെ പ്രയത്നം കൊണ്ട്. ഈ പുതിയ കാലത്ത് തെറ്റിദ്ധാരണകളെ പ്രചരിപ്പിച്ച് നിങ്ങളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ച് രാജ്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ മക്കളുടെ ഭാവിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. നിങ്ങളറിയാം, നമ്മുടെ IIM-ൽ നമ്മുടെ മക്കളെ ചേർത്തിയാൽ നമ്മളൊക്കെ സേഫാണ്. IIM-ൽ ചേർന്നാൽ സേഫാണ്. എന്താ കാര്യം? അവൻ IIM-ൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ അവനെ കൊത്തിവലിക്കാൻ അന്താരാഷ്ട്ര കമ്പനികൾ കാവലിരിക്കും. എന്നാൽ ഏറ്റവും റീസണായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോർത്ത് ഇന്ത്യയിലെ IIM-ൽ 72 കുട്ടികൾ പ്ലേസ്മെന്റ് കാത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ IIM-ൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രം പുറത്തിറങ്ങിയ 72 കുട്ടികൾ
പ്ലേസ്മെന്റ് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി കാത്തിരിക്കുന്നവനാണ്. നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി തകർന്നു, എല്ലാം തകരും. എന്തൊക്കെ ഈ RSS എന്ന് പറയുന്ന പൊട്ട സംഘടന 90 കൊല്ലം കാത്തിരുന്നിട്ടാണ് യുവമാർക്ക് ഈ ഭരണം കിട്ടിയത്. 1925 ഉണ്ടായതാണ്. ഈ 25 100 കൊല്ലം എന്ന് അതിൻ്റെ ഒരു ബുദ്ധി കാണിക്കണ്ടേ? എന്തൊക്കെ പൊട്ടത്തറ ചെയ്തത് നമ്മൾ മറന്നുപോയൊക്കെ. നമ്മുടെ ആൾക്കാർ വേറെ ഓരോന്നിലേക്ക് പോവാണ്. എന്തെങ്കിലും പറഞ്ഞിരുന്നത് നോട്ട് നിരോധനം. ഇതാ പുതിയ നോട്ട്. നമ്മൾ BJP-കാരൻ പറയാണ് ചിപ്പുണ്ട്. ഏത് പാപ്പാന്റെ കീശന്റെ മോനെ ഒന്നും അടിച്ചു മാറ്റിയാൽ അപ്പം വരെ ചിപ്പിൽ കണ്ടുപിടിക്കുന്നതാണ്. ഒരു കോപ്പുമില്ല, നോട്ടമില്ല. പിന്നെ 2000 പോയി, 1000 പോയി, കയ്യിലുള്ള 1000 പോയി, എല്ലാം തീർന്നുണ്ട്. കേന്ദ്രം ഒരു ഉപദ്രവിക്കുക, സർക്കാരിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ സർക്കാരോ അതിനൊത്ത് കേന്ദ്ര ഡീസലിന് വില കൂട്ടിയാൽ നമ്മളെ വക രൂപ കൂട്ടുക. സാധന വിലയൊക്കെ കേന്ദ്ര നിലപാട് കൊണ്ട് കുറയുന്നുണ്ട്. കേരളം പിടിച്ചിട്ടുണ്ടേ. ഇവിടെ കർണാടകയും കേന്ദ്രമല്ലേ ഭരിക്കണത്, തമിഴ്നാടും കേന്ദ്രമല്ലേ ഭരിക്കണത്. കർണാടകയിൽ പോയി നോക്കുന്നത് 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ 10 രൂപ കുറവാണ്. ഈ കണ്ണൂരില് അതിരമനുണ്ട് നമുക്ക് കണ്ണൂരിൽ സലാം കേൾക്കുന്നത്. നമ്മൾ കണ്ണൂർ പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. എന്താണ്? തിരിച്ചു വരുമ്പോൾ മാഹിയിൽ ഡീസൽ അടിക്കാൻ 14 രൂപ കുറവാണ്. അത് ഇന്ത്യയിലല്ലേ, കർണാടക ഇന്ത്യയിലല്ലേ. ഈ പെണ്ണുങ്ങളൊക്കെ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയിക്കോളി, എന്തൊരു സുഖമാണ് വിചാരിച്ചത്. കാരണം ഭർത്താവിനോട് തെറ്റിയാൽ രാവിലെ ബസ് കയറി കൊടുക്കുക, വെറുതെ ഇരുന്നാൽ മതി, അങ്ങനെ പോവുക. വൈകുന്നേരമാകുമ്പോഴത്തേന് ഭർത്താവിന്റെ ദേഷ്യം ഇറങ്ങും. നിങ്ങൾ കുത്തി പോയി 10 രൂപ കൊടുക്കണ്ടാന്ന്. ഇടയ്ക്കൊരു കടലൊക്കെ വാങ്ങാൻ പൈസ മതി. അഥവാ വീട്ടിൽ കുത്തുന്ന ബോറടിക്കണം, ബസ് കയറി നാടൊക്കെ അങ്ങനെ കണ്ടുവരുമ്പോൾ മനസ്സിലൊക്കെ ചെറിയൊരു കുളിർമ വരും, സന്തോഷം കിട്ടൂലേ. സ്ത്രീകൾക്ക് ബസ്സിന് പൈസ കൊടുക്കില്ല. അപ്പോൾ ഈ നാട്ടിൽ തന്നെ അല്ലേ സഖാവേ ഇതെന്തൊരു എണ്ണം കെട്ട ഭരണം. ഒരു തീർത്തുമില്ല. കേന്ദ്രവും കണക്കാണ്, കേരളവും കണക്കാണ്. ഈ സർവനാശങ്ങൾക്കെതിരെയുള്ള ഒരു വോട്ടായിട്ട് നിങ്ങൾ സമദാന സാഹിബിനെ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചു കൊടുക്കുന്നു.